back to Sanvis taste. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസ. അതെ, നമ്മൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മലബാർ ഏരിയയിലെ സ്പെഷ്യൽ പിടിക്കറി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും മാത്രമേ ഈ പായസത്തിന് വേണ്ടൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. റെസിപ്പിയിലേക്ക് പോകാം. ഈ പിടിക്കറി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇത്രയും സാധനങ്ങളെ വേണ്ടൂ. ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് അതേ ഗ്ലാസ് അളവിൽ തേങ്ങയാണ്. ഒരു 1/2 കിലോ അളവിൽ ശർക്കര, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ്, കിസ്മിസ്, ഒരു 2 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേറെ തന്നെ മാറ്റി വെക്കണം. ഇത് അവസാനം കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ വേണ്ടൂ. ഈ അരിപ്പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുക. ഇനി ഇത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ 1.5 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ചേർക്കണം. ചൂടാറിയ വെള്ളം ചേർക്കരുത്. ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ചൂട് നന്നായി ആറിയ ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അധികം തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ എടുക്കുന്ന പൊടി എടുത്താൽ മതിയാവും. ഇനി ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ 1/2 കിലോ അളവിലാണുള്ളത്. ഏകദേശം ഒരു 6 പീസ് ശർക്കരയുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ അളവിലെടുത്താൽ നല്ല മധുരം ഉണ്ടാവും. എനിക്ക് പായസത്തിന് നല്ല മധുരം വേണം. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 പീസ് എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് മെൽട്ടായി കിട്ടും. ഇനി ഈ അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക, കട്ടയില്ലാതെ. നന്നായി കുഴച്ച് റൗണ്ട് ചെയ്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത്തിരി നെയ്യ് പുരട്ടിയിട്ട് കുഴയ്ക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് കട്ടയൊന്നുമില്ല. ഇത് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിടി തയ്യാറാക്കിയെടുക്കണം. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാർട്ട് അതാണ്. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ചെറിയ ചെറിയ പിടിയാക്കിയെടുക്കണം. ഇതുപോലെ ചെറിയ പീസസായി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ മുട്ടപ്പൊരിയുടെ ഒക്കെ ഒരു ഏകദേശം ചോറിനെക്കാളും കുറച്ചുകൂടെ വലിയ സൈസ്, അത്രേ പാടുള്ളൂ. ഈ ഒരു പരുവത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കുക. ഈ കുനുകുന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. ഇതുമാണ് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാർട്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം എല്ലാ പിടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബൗളിൽ നിറയുണ്ട്. ഈ മെൽട്ടായി വന്ന ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ശർക്കര എപ്പോഴും ഇതുപോലെ മെൽറ്റ് ചെയ്ത് അരിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തയ്യാറാക്കി എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിടി ഇതിലേക്കിടാം. ഇത് മെൽട്ടായി പോകുന്നില്ല. നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ ഒരുപാട് വേവേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ വിടാതെ ഇളക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നന്നായി കുറുകി തുടങ്ങും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ ഏലക്കായ വളരെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പൊടിച്ച് കുപ്പിയിലിട്ട് വെച്ചാൽ മതിയാവും. ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. 1 ഗ്ലാസ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ്. അത് ഈ സമയത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം.
ഈ പായസം ഇത്ര കട്ടിയായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് ചേർത്ത് ലൂസാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളൂ. ഇതിപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട്. ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർക്കുക. ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർക്കുക. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിടിക്കറി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള പായസമാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചൂടില്ല? ഓക്കെ, എങ്ങനെയുണ്ട്? ഡ്രസ്സിലാക്കല്ലേ അമ്മ തരാം. അമ്മ തരാം മോളെ, ഡ്രസ്സിലാവും. കണ്ടെന്ന് പറഞ്ഞില്ല ഡ്രസ്സിലാവും. പിന്നെ സാരല്ല. താങ്ക് യു. ഓക്കെ മതി, വളയിലൂരിട്ടാ. ഓക്കെ ഇനി മതി, നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, ഈ വള നമുക്ക് പിന്നെ മുല്ലപ്പൂവാ? പ്ലാസ്റ്റിക്കാ? പിന്നെ നമുക്ക് അമ്മ തലയിൽ വെക്കാം. ഇനി പെൺകുട്ടികളാ മുടിയിൽ പൂ വെക്കുവാ? അതെ, മുല്ലപ്പൂ എടുത്തിട്ട് ഞാൻ കുത്തിത്തരാം. വെയിറ്റ് ചെയ്യാം. മുല്ലപ്പൂവാ? മിക്സ് ആക്കുന്നതല്ലേ, രണ്ടെണ്ണം ഇങ്ങനെ ഒന്നിച്ച് പിടിക്കാം. ഓക്കെ, കൊണ്ടാ ഇവിടെ കുത്തിയാ മതിയാ? ഓക്കെ. ഓണാശംസകൾ. ഓണാശംസകൾ. ഓണല്ല, ഓണം അല്ല, ഓണാശംസകൾ. അങ്ങനെ തന്നെ. ഓക്കെ.